ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ തിയറി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. സോ ബേസിക്കലി ഈ ടോപ്പിക്കിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ ഡിസൈനിനെയും പെർഫോമൻസിനെയും ഒരുപാട് ക്വാണ്ടിറ്റീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അല്ലേ. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പലതരം ക്വാണ്ടിറ്റീസിൻ്റെ തിയററ്റിക്കൽ റിലേഷൻഷിപ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുന്നത് നമ്മുടെ എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ ഡിസൈനിനും പെർഫോമൻസിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയസ് ക്വാണ്ടിറ്റീസിൻ്റെ തിയററ്റിക്കൽ റിലേഷൻഷിപ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത് റെസിപ്രോക്കേറ്റിംഗ് ഈ ഐ സി എഞ്ചിൻസിന് ആപ്ലിക്കബിൾ അല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന റിലേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഗ്യാസ് ടർബൈൻ ഐ സി എഞ്ചിൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ നമ്മൾ പലതരം ക്വാണ്ടിറ്റീസ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ ത്രസ്റ്റ്, ദെൻ സ്പെസിഫിക് ത്രസ്റ്റ് ഓർ ഇമ്പൾസ്, ദെൻ എയർക്രാഫ്റ്റ് ടു ജെറ്റ് സ്പീഡ് റേഷ്യോ U/C, ദെൻ TSFC, വേരിയസ് എഫിഷ്യൻസീസ്. സോ ഇതെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ ആ ഒരു സെക്ഷൻ എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക, ഈ ഒരു ക്വാണ്ടിറ്റീസ് ആണ് നമ്മുടെ വേരിയസ് ക്വാണ്ടിറ്റീസ് ദാറ്റ് എഫക്ട് പെർഫോമൻസ് ആൻഡ് ഡിസൈൻ ഓഫ് ഗ്യാസ് ടർബൈൻ എന്ന് അറിഞ്ഞിരിക്കുക. ഓൾറൈറ്റ്, അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് എനർജി റിലേഷൻസ് ആണ്. അതായത് ഈ ഒരു ഗ്യാസ് ടർബൈനിൽ വേരിയസ് കോമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു? ഡിഫ്യൂസർ, കംപ്രസർ, കമ്പസ്റ്റൻ ചേമ്പർ, അതുപോലെ ടർബൈൻ, ഇങ്ങനത്തെ പലതരം കോമ്പണൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു എനർജി റിലേഷൻസിലൂടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓരോ കോമ്പണൻസിലും ഉണ്ടാകുന്ന എനർജി ഇൻട്രാക്ഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതൊരു തിയററ്റിക്കൽ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആക്ച്വൽ സൈക്കിൾ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യും എന്തൊക്കെ കോമ്പണൻസ് ആണ് ഒരു ഗ്യാസ് ടർബൈൻ എൻജിൻസിൽ ഉണ്ടാകുക എന്നുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇൻലെറ്റ് ഡിഫ്യൂസർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി അല്ലേ. ഈ ഇൻലെറ്റ് ഡിഫ്യൂസർ നമ്മൾ എയർ ഡയറക്റ്റ് ആയിട്ട് ഇനീഷ്യലി എൻ്റർ ചെയ്യുന്നതാണ് ഈ ഇനീഷ്യൽ ഡിഫ്യൂസറിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻലെറ്റ് ഡിഫ്യൂസറിലേക്ക് ആയിരിക്കും എൻ്റർ ചെയ്യുക. ആൻഡ് ഈ ഒരു ഡിഫ്യൂസറിൽ എന്തായിരിക്കും, ചെറിയ രീതിയിലൊരു കംപ്രഷൻ നമുക്ക് പോസിബിൾ ആണ്. പിന്നെ അതെന്ത് ചെയ്യും, ആ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസറിന് നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെയിൻ കംപ്രസറിലേക്ക് കൊടുക്കും. അവിടെ നമുക്ക് വേണ്ട ഡിസൈഡ് പ്രഷർ റേഷ്യോയിലേക്ക് എയറിനെ എത്തിക്കും നമ്മൾ ആ ഒരു ഡിസൈഡ് പ്രഷറിലേക്ക് റേഷ്യോയിലേക്ക്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് കൊടുത്തിട്ട് എനർജി സപ്ലൈ ചെയ്യും, ഹീറ്റ് ആയിട്ട് എനർജി സപ്ലൈ ചെയ്യും. ആൻഡ് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ടർബൈനിലൂടെ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ ടർബൈനിലുള്ള വർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കംപ്രസറും അതുപോലെ ഓക്സിലറി ഡിവൈസസ് ഒക്കെ റൺ ചെയ്യാന്ന് പറഞ്ഞ്. ആൻഡ് ബാക്കി വരുന്ന എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ടെയിൽ പൈപ്പ് ഇല്ലെങ്കിൽ ഒരു നോസിൽ, ഈ ടെയിൽ പൈപ്പിന് ഒരു ബേസിക്കലി ഒരു നോസിലാണ്, ആ നോസിലൂടെ നമ്മൾ എക്സ്പെൽ ചെയ്യും. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ത്രസ്റ്റ് ഫോം ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്യാസ് ടർബൈൻ എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ ടർബോജെറ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. സോ ഇതിൽ എന്തൊക്കെ പ്രോസസ്സാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം തെർമോഡൈനാമിക്കലി. ഓക്കെ, സോ ആ പ്രോസസ്സാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അതിൻ്റെ TS ഡയഗ്രാം അഥവാ HS ഡയഗ്രാം പ്ലോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ പ്രോസസ്സിൻ്റെ TS ഡയഗ്രാം പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് ആണ് I, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അറിയില്ല, ഈ ഒരു പോയിന്റ് ആണ് I. ഓക്കെ, I1, then 2, 3, 4, then E, exit. ഓക്കെ, എക്സോസ്റ്റ് എന്നുള്ള രീതിയിൽ. സോ അതിന് നമ്മൾ മാർക്ക് ചെയ്താൽ ഏകദേശം TS ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്താൽ ഈ ഒരു കർവ് കിട്ടും. ആൻഡ് ഈ ഒരു കർവിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, I2, ഫസ്റ്റത്തെ ഐയും അതുപോലെ 1s 2s അല്ലെങ്കിൽ 1 2, എന്തായാലും ഈ ഒരു പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്, കംപ്രഷൻ ആണെന്ന് പറയാം അല്ലേ. ഈ ഒരു കംപ്രഷൻ്റെ കൂടെ തന്നെ എന്താണ്, എൻട്രോപ്പിക്ക് ചേഞ്ച് ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയാം അല്ലേ. നിങ്ങൾ ആ ഒരു HS ഡയഗ്രം നോക്കുക, 1s 2s എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്, ഒരു ഐസെൻട്രോപ്പിക് എന്താണ്, കംപ്രഷൻ ആണ്. ഓക്കെ, ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ്. ഇനി 2s to 3 എന്താണ്, 2s to 3 ആ കർവിൻ്റെ പോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചത്, ഇത് കഴിയുന്നത് ഒരു കർവായിട്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉണ്ടാവുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരച്ചാലും കുഴപ്പമില്ല. എന്തായാലും ചെറിയൊരു കർവ്ഡായിട്ടായിരിക്കും ഈ ഒരു സൈക്കിള് ഉണ്ടാകുക എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്തായാലും ആ 2s to 3 എന്നുള്ള പ്രോസസ്സ് എന്താണ്, ബേസിക്കലി അത് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ. അവിടെ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ആണ് അല്ലേ. കോൺസ്റ്റന്റ് പ്രഷർ ഇല്ലെങ്കിൽ ഐസോബാറിക് ഹീറ്റ് അഡിഷൻ അല്ലേ. ഇവിടെ ഹീറ്റ് അഡിഷൻ ആണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ഓക്കെ, ഹീറ്റ് അഡീഷൻ. പിന്നെന്താണ് 3 to 3 4s
4s E അല്ലേ, 4s E ES നോ എന്തായാലും ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ് അല്ലേ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. ഈ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനിൽ രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്, ഒന്ന് ടർബൈനിലുള്ള എക്സ്പാൻഷൻ ഉണ്ട്, അതുപോലെ നോസിലുള്ള എക്സ്പാൻഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ 4s to 1s ഇല്ലെങ്കിൽ ES to I, അത് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. കാരണം എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് അറ്റ്മോസ്ഫിയറിലേക്കാണ് എക്സ്പെൽ ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു സൈക്കിൾ ഇമാജിൻ ആയിട്ടാണ് നമ്മൾ ക്ലോസ്ഡ് ആക്കുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതിൽ ഓരോ കോമ്പണൻസ്, അതായത് ഇൻലെറ്റ്, ഡിഫ്യൂസർ, കംപ്രസർ, കംപ്രഷൻ ചേമ്പർ, ടർബൈന്, ടെയിൽ പൈപ്പ്, ഇതിലുള്ള ഓരോന്നിലെയും നടക്കുന്ന എനർജി ഇൻട്രാക്ഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്ക് ഓരോ കോമ്പണൻസ് 1 by 1 ആയിട്ട് എടുത്തെഴുതാം. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ഡയഗ്രാം അതുപോലെ TS ഡയഗ്രാം നിങ്ങൾ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എനർജി കാൽക്കുലേഷൻസും ഇൻട്രാക്ഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇൻലെറ്റ് ഡിഫ്യൂസർ, അതായത് ഇൻലെറ്റ് ഡിഫ്യൂസറിൽ നടക്കുന്ന എനർജി ഇൻട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻലെറ്റ് ഡിഫ്യൂസർ, ഇതിൽ നമുക്കറിയാം എന്താണ്, ഒരു ഡിഫ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ഈ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസറിൽ സ്റ്റാഗ്നേഷൻ എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, H0I = H01 ആയിരിക്കും. കാരണം എന്താണ്, ബേസിക്കലി ഡിഫ്യൂസറിൽ എന്താണ് സംഭവിക്കുന്നത്, ഡിഫ്യൂസറിൽ ഒരു വർക്കും, അതായത് ആകെ എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, എനർജി കൺവേർഷൻ മാത്രമാണ് നടക്കുന്നത്, എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, H0I-യും H01-ഉം സെയിം ആയിരിക്കും. ഓർ എനിക്ക് എന്ത് ചെയ്താം, H0I എന്ന് പറഞ്ഞാൽ H + C²/2 ആണ് അല്ലേ, HI + CI²/2 = H1 + C1²/2 എന്ന് എഴുതാം. ഓർ ഇതിനെ എനിക്ക് എന്ത് ചെയ്താം, H പറഞ്ഞാൽ CPT ആണ് അല്ലേ, H പറഞ്ഞാൽ CPT ആണ്. സോ എനിക്ക് ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് എഴുതാം, TI/CI²/2CP = T1 + C1²/2CP എന്ന് എഴുതാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ ഒരു റിലേഷൻസ് ഒക്കെ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ് ആവശ്യം വരിക. അതുകൊണ്ട് ഈ ഒരു റിലേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഓൾ റൈറ്റ്, ഇനി അതുപോലെ നമുക്ക് പ്രഷർ റേഷ്യോ കിട്ടും, പ്രഷർ റേഷ്യോയും കിട്ടും. പ്രഷർ റേഷ്യോ P1/PI. സോ ഈ ഒരു പ്രഷർ റേഷ്യോ P1/PI, അതായത് എക്സിറ്റിലുള്ള പ്രഷർ, അതായത് എക്സിറ്റിലുള്ള ഇൻലെറ്റ് ഡിഫ്യൂസർ ടു ഇൻലെറ്റിലുള്ള പ്രഷർ, ആ ഒരു പ്രഷർ റേഷ്യോ ആണ് നമ്മളിവിടെ P1 to PI എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, T1/TI × Γ/Γ-1. ഈ റിലേഷൻ എവിടെ നിന്ന് കിട്ടിയതാണ് എനിക്ക്, ഇത് നമ്മുടെ ബേസിക് തെർമോഡൈനാമിക്സിലുള്ള അഡിയബാറ്റിക് റിലേഷൻസ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി സെക്കൻഡ് പാർട്ടാണ് എന്ത്, ഇൻലെറ്റ് ഡിഫ്യൂസറിന് നേരെ എയർ എവിടേക്കാണ് പോവുക, മെയിൻ കംപ്രസറിലേക്ക് അല്ലേ, സിംപ്ലി കംപ്രസറിലേക്കാണ് പോവുക. സോ കംപ്രസറിൽ എന്താണ് നടക്കുക, കംപ്രസറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, കംപ്രസറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്രസർ ഒരു വർക്ക് കൺസ്യൂമിങ് ഡിവൈസ് ആണ് അല്ലേ. ആൻഡ് എനർജി അവിടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജി ഇല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ എയറിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസർ വർക്ക് കണ്ടുപിടിക്കണം. കംപ്രസർ വർക്ക് WC എന്നാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, H02S - H01, H02 - H01. HS ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്രസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെയുള്ള കംപ്രസറിൻ്റെ എക്സിറ്റിലും ഇൻലെറ്റിലുള്ള എൻതാൽപ്പിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കംപ്രസറിൻ്റെ എക്സിറ്റിലായിരിക്കും കൂടുതൽ എൻതാൽപ്പി കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ എനർജി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ H02S - H01 എഴുതിയത്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. അതുപോലെ ഇതിനെ എനിക്ക് എന്ത് ചെയ്താം, ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് എഴുതാം. കാരണം CP T ആണെന്ന് അറിയാം, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ CP ആ ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ CP × T02S - T01 എഴുതാം. ഓൾ റൈറ്റ്, ഇനി ഇതേപോലെ എനിക്ക് ഇവിടെയും പ്രഷർ റേഷ്യോ എഴുതാം. എന്താണ് പ്രഷർ റേഷ്യോ ഈക്വൽ ടു പ്രഷർ റേഷ്യോ എന്തായിരുന്നു, P2/P1 ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ P2S/P1 എന്ത് വേണമെങ്കിലും എഴുതാം, കാരണം എല്ലാം ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. എനിവേ ദാറ്റ് ഇസ് ഈക്വൽ ടു T2S/T1 all raised to Γ/Γ-1. ഈ ഒരു റിലേഷൻ നമ്മുടെ ബേസിക് തെർമോഡൈനാമിക് റിലേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക, ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ. ഓൾ റൈറ്റ്, ഇനി നമുക്ക് എന്താണ്, ഇൻലെറ്റ് ഡിഫ്യൂസർ കഴിഞ്ഞ് കംപ്രസർ കഴിഞ്ഞ്, ഇനി അടുത്ത പാർട്ട് ഏതാണ്,
കമ്പസ്റ്റൻ ചേമ്പർ അല്ലേ. സോ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ എനർജി റിലേഷൻസ് നമുക്ക് നോക്കാം. സോ കമ്പസ്റ്റൻ ചേമ്പറിലാണ് നമ്മൾ ശരിക്കും ആകെ കൊടുക്കുന്ന വർക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ചിലവാകുന്നത് അവിടെ കൊടുക്കുന്ന ഹീറ്റ് സപ്ലൈ മാത്രമാണ് അല്ലേ. സോ അവിടെ എത്രത്തോളം ഹീറ്റ് സപ്ലൈ ചെയ്തു എന്നുള്ളതാണ് നമ്മളിവിടെ കമ്പസ്റ്റൻ ചേമ്പറിനെ സംബന്ധിച്ചിടത്തോളം ഐഡൻറ്റിഫൈ ചെയ്യുന്ന എനർജി ഇൻട്രാക്ഷൻ. സോ ഹീറ്റ് സപ്ലൈഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഹീറ്റ് സപ്ലൈഡ് ഈസ് ഗിവൺ ബൈ QS. ഹീറ്റ് സപ്ലൈഡിനെ QS വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു H03 മൈനസ് H02S എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ഇത് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ എന്ത് വരും? CP ഇൻറ്റു T03 മൈനസ് T02S എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ഇനി ഈ കമ്പസ്റ്റൻ ചേമ്പറിന് എന്താണ് ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് ഇല്ലെങ്കിൽ എയർ നേരെ അങ്ങോട്ടേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ടർബൈനിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ. ടർബൈനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ഒരു ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് പ്രൊഡ്യൂസിങ് ഡിവൈസ് ആണ് അല്ലേ. അപ്പം നമുക്ക് ടർബൈന് ജനറേറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ടർബൈൻ വർക്ക് W(T) വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ആ ഒരു ടർബൈൻ അക്രോസിട്ടുള്ള എൻതാൽപ്പി ഡ്രോപ്പ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ടർബൈൻ വർക്ക് കിട്ടും. H03 മൈനസ് H04S. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ എന്തുകൊണ്ടാണ് H03ലാണ് കൂടുതൽ എനർജി ഉണ്ടാവുക എയർക്ക്, അതുകൊണ്ടാണ് ഞാൻ H03 മൈനസ് H04S എഴുതി. അല്ലെങ്കിൽ എല്ലാം എനിക്ക് എന്ത് ചെയ്തിരുന്നു? H04S മൈനസ് H03 എഴുതായിരുന്നു. പക്ഷേ അങ്ങനെ എഴുതിയാൽ എന്ത് സംഭവിക്കും? ഒരു നെഗറ്റീവ് സൈൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടിയ എനർജിയിൽ നിന്ന് ലോവർ എനർജി സബ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, കംപ്രസർ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആകും. ഒന്ന് അറിഞ്ഞിരിക്കുക, എപ്പോഴും നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് എൻതാൽപ്പി ഡ്രോപ്പ് കിട്ടാൻ ആണ് നോക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോമൻക്ലേച്ചർ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു CP ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ CP ഇൻറ്റു T03 മൈനസ് T04S. ഇനി ഇതിനെ ക്രോസുള്ള പ്രഷർ റേഷ്യോ എത്രയാണെന്ന് നോക്കാം. പ്രഷർ റേഷ്യോ P3/P4 ഈക്വൽ ടു എന്താണ്? T3/T4 അല്ലെങ്കിൽ T4S എന്ത് വേണമെങ്കിലും എഴുതാം, കാരണം ഐസോട്രോപിക് പ്രോസസ് ആണ്. റേസ് ടു Γ/Γ-1. ഓൾ റൈറ്റ്. ആൻഡ് ഫൈനൽ പാർട്ടാണ് നമ്മുടെ എന്ത്? എക്സോസ്റ്റ് നോസിൽ. അവിടെയുള്ള എനർജി ഇൻട്രാക്ഷൻ എന്താണ്? അവിടെയും എന്താണ്? അതൊരു ഇൻലെറ്റ് ഡിഫ്യൂസറിലെ പോലെ തന്നെ നോസിലും എന്താണ്? എനർജി ട്രാൻസ്ഫോം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആ ഒരു സിസ്റ്റത്തിലേക്ക് എനർജി വരുന്നോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് എനർജി ലീവ് ചെയ്തു പോകുന്നോ ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സോസ്റ്റ് നോസിലുള്ളത് എങ്ങനെ എഴുതാം? H04S ഈക്വൽ ടു H0ES. ഓക്കെ, H0ES. അപ്പം ഈ H0 എന്ന് പറഞ്ഞാൽ H പ്ലസ് C²/2 ആണ് അല്ലേ. H4S പ്ലസ് C4S/2 ആണ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു HES പ്ലസ് CES²/2 ആണ്. ഓൾ റൈറ്റ്. ഇത് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും? T4S പ്ലസ് C4S²/2 CP ഈസ് ഈക്വൽ ടു എന്താണ്? TES പ്ലസ് CES²/2 CP എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ P4/PE ആണ് അല്ലേ. നമ്മുടെ സെയിം അഡിയബാറ്റിക് റിലേഷൻ കൊടുത്താൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് പ്രഷർ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? T4S/TES. ഓക്കെ, റേസ് ടു Γ/Γ-1 എന്ന് കിട്ടും. അടുത്തായിട്ട് നമ്മളിവിടെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുകയാണ്. സോ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു HS ഡയഗ്രം ഒന്നുകൂടെ ഓർത്തിരിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്തത് നമ്മുടെ നേരത്തെ സെയിം HS ഡയഗ്രം തന്നെയാണ്. സോ നമ്മളിവിടെ ഈ HS ഡയഗ്രത്തിലുള്ള സൈക്കിൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുകയാണ്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കുകയാണ്. ഏത് സൈക്കിളാണെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോർ ഐഡിയൽ സൈക്കിൾ 1, 2S, 3, 4S എന്നുള്ള സൈക്കിളാണ്. നമ്മൾ ആ ഒരു ഇൻലെറ്റ് ഡിഫ്യൂസറേയും അതുപോലെ നോസിലിനെയും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ആ ഒരു കുറച്ച് സൈക്കിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. സോ ഇവിടെ നമ്മുടെ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ എന്താണ്? ഏത് സൈക്കിൾ എഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് അല്ലേ. ഹീറ്റ് സപ്ലൈഡ് ആണ് ഏതൊരു സൈക്കിൾ ആണെങ്കിലും അതിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ അല്ലേ.
വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ് അല്ലേ. അതിൻ്റെ ഡിഫറൻസ് ആണ് ബേസിക്കലി വർക്ക് ഡൺ, ബേസിക് തെർമോഡൈനാമിക്സ് അല്ലേ. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ് അല്ലേ, ഓൾ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് അല്ലേ. ഹീറ്റ് സപ്ലൈഡ് ഞാൻ ഹീറ്റ് സപ്ലൈ തന്നെ ക്യു എസ് എന്നും ഹീറ്റ് റിജക്റ്റിനെ ക്യു ആർ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓൾറൈറ്റ്, ക്യു എസും ക്യു ആറും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്യു എസും ക്യു ആറും എന്താണെന്ന് എഴുതാം. ക്യു എസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ്. ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് കമ്പസ്റ്റ്യൻ പ്രോസസ്സിലാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു കമ്പസ്റ്റ്യൻ പ്രോസസ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ് അല്ലേ. അപ്പോൾ ക്യു സപ്ലൈഡ് കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്, സി പി ഇൻറ്റു T3 മൈനസ് T2S ആണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ മൊത്തം എടുത്തത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിൻ്റെ ബേസിലായിരുന്നു. അവിടെ H0 വെച്ചിട്ടായിരുന്നു നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചത് അല്ലേ. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ഓൾ റൈറ്റ്, അപ്പം ക്യൂ സപ്ലൈഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി അതുപോലെ നമുക്ക് എന്ത് വേണം, ക്യൂ റിജക്റ്റഡിൻ്റെ എക്സ്പ്രഷൻ വേണം. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, ക്യൂ റിജക്റ്റഡും കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലാണ്. ദാറ്റ്സ് ഈക്വൽ ടു T4S മൈനസ് T1 ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിലായിരിക്കും എക്സോസ്റ്റ് എന്നുള്ള ഈ ഒരു പ്രോസസ്സിലായിരിക്കും ഹീറ്റ് റിജക്ട് ചെയ്യുക. ഓക്കെ, ആസ് യു ക്യാൻ സി ലൈനിൽ വരച്ചിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സോ നമ്മൾ ആ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ 1 മൈനസ് T4 മൈനസ് അല്ലെങ്കിൽ T4S മൈനസ് T1 ഹോൾ ഡിവൈഡഡ് ബൈ T3 മൈനസ് T2S എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിലുള്ള T3നെയും T2Sനെയും നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്കതിനായിട്ട് നമ്മുടെ ബേസിക് തെർമോഡൈനാമിക് റിലേഷൻസ് തന്നെ വീണ്ടും ഇവിടെ യൂസ് ചെയ്യാം. നമുക്കറിയാം പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ റേഷ്യോ ആർ വെച്ചിട്ടാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ആറും ഗാമയും മാറിപ്പോയത്, ഇത് ആറാണ്, പ്രഷർ റേഷ്യോ ആറാണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, പ്രഷർ റേഷ്യോ ആർ ഈസ് ഈക്വൽ ടു എന്താണ്, P2 ബൈ P1. അത് തന്നെ ഇരിക്കും എന്ത്, P2 ബൈ P1 തന്നെ ഇരിക്കും എന്ത്, P3 ബൈ P4. ആ ഒരു റേഷ്യോ സെയിം ആണ്, P3 ബൈ P4 എന്ന് വെച്ചിട്ട് ഒരിക്കലും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ P2 ബൈ P1 ഈക്വൽ ടു P3 ബൈ P4 എന്ന് എഴുതിയത്, കാരണം നമുക്കറിയാം, ഇവിടെ ശ്രദ്ധിക്കുക, ആ ഒരു എച്ച് സ്റ്റാറ്റിൽ നോക്കിയാൽ കാണാം, നമുക്ക് P2 ഈക്വൽ ടു P3 ആണെന്ന് പറയാം, അതുപോലെ P1 ഈക്വൽ ടു P4 ആണെന്ന് പറയാം. സോ അതിൻ്റെ റേഷ്യോ എടുത്താലും ഇതിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. സോ അതാണ് പ്രഷർ റേഷ്യോ എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ഐഡിയാബാറ്റിക് റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കറിയാം എന്ത്, T2S ബൈ T1 ഈക്വൽ ടു അതുപോലെ T3 ബൈ T4S ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താം ആർ റേസ് ടു, ഇത് ആറാണ്, പ്രഷർ റേഷ്യോ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് എഴുതാം. ഓക്കെ, ആർ റേസ് ടു അല്ലെങ്കിൽ പ്രഷർ റേഷ്യോ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇത് എവിടെ നിന്ന് വന്നതാണ്, നമ്മുടെ ബേസിക് തെർമോഡൈനാമിക് റിലേഷൻസ് ഫോം ചെയ്തതാണ് അല്ലേ. ഇനി ഇതിൽ ഞാൻ എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ T3നെ ഞാൻ മാറ്റിയതാണ്. ഓക്കെ, T3നെ ഞാൻ മാറ്റിയതാണ്. അടുത്ത സ്റ്റെപ്പിലായിട്ട് ഞാൻ ഇവിടെ ചെയ്താണ് T3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ, ഈ ഒരു എക്സ്പ്രഷൻ എനിക്ക് എന്ത് ചെയ്താം, T3 ഈക്വൽ ടു T4S ഇൻറ്റു ആർ പ്രഷർ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് എഴുതാം അല്ലേ. അതുപോലെ ആൻഡ് എനിക്ക് T2Sന് എനിക്ക് എന്ത് ചെയ്താം, T1 ഇൻറ്റു പ്രഷർ റേഷ്യോ ടേപ്സിൽ ഗാമ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് എഴുതാം. ഓൾ റൈറ്റ്, നമ്മൾ ഈ T2Sൻ്റെ വാല്യൂ T3ൻ്റെ വാല്യൂ ഈ ഒരു മേലുള്ള ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ 1 മൈനസ് T4S മൈനസ് T1 ഹോൾ ഡിവൈഡഡ് ബൈ T3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, T4S ഇൻറ്റു ഗാമ ആർ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് ബാക്കി എന്താ ഉണ്ടായിരുന്നത്, T2S ആയിരുന്നുണ്ടായിരുന്നത് അല്ലേ. T2S എന്ന് പറഞ്ഞാൽ T1 ഇൻറ്റു പ്രഷർ റേഷ്യോ ആർ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് കിട്ടും. ഓൾ റൈറ്റ്, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കോമൺ ആയിട്ട് ആർ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. സോ ബാക്കി എന്ത് വരും, 1 മൈനസ് T4S മൈനസ് T1 ഹോൾ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ T4S മൈനസ് T1 എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് T4Sനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ കിട്ടും, നമുക്ക് സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ 1 മൈനസ് 1 ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് കിട്ടും.
സോ ഇതാണ് നമ്മുടെ ഒരു തിയററ്റിക്കൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആക്ച്വൽ എഫിഷ്യൻസി ഇതുമായിട്ട് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും, കാരണം ഇറിവേഴ്സിബിലിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ. ഫോർ ദ ടൈമിംഗ് തിയററ്റിക്കൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ത്രസ്റ്റ് എന്താണെന്നുള്ളതാണ്. സോ നമ്മളത് ഓൾറെഡി ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുകയാണ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷനിൽ ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറ്റുന്ന ത്രസ്റ്റ് ആണ് പ്രൊപ്പല്ലർ ത്രസ്റ്റ്. അത് നമുക്ക് പ്രൊപ്പല്ലേഴ്സ് യൂസ് ചെയ്തിട്ട് ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രൊപ്പല്ലർ ത്രസ്റ്റ്. ഓക്കെ, പ്രൊപ്പല്ലർ ത്രസ്റ്റ്. മറ്റൊരു മെത്തേഡാണ് എന്ത്, ജെറ്റ് കൊണ്ട്. ഓക്കെ, ജെറ്റ് ത്രസ്റ്റ്. നമ്മൾ ടർബോ ഫാനും ടർബോ ജെറ്റും ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണിത്. ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ ഒരു ത്രസ്റ്റിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. The force which propels the aircraft forward at a given speed is called thrust or propulsive force. അതാണ് ത്രസ്റ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞിരിക്കുക. This is developed by jet at the exit of propelling nozzle in the case of turbojet and turbofan engines. അതായത് ടർബോജെറ്റിൻ്റെയും ടർബോഫാൻ എൻജിൻസിൻ്റെയും കേസിൽ ജെറ്റിൻ്റെ ത്രസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൊപ്പൽഷൻ പോസിബിൾ ആക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. സിമിലർലി അല്ല, ടർബോ പ്രൊപ്പ് എൻജിൻസിൻ്റെ കേസിലാണെങ്കിൽ അതുപോലെ എന്താണ് സംഭവിക്കുക, ടർബോ പ്രൊപ്പ് എൻജിൻസിൻ്റെ കേസിലാണെങ്കിൽ പ്രൊപ്പല്ലർ ഉണ്ടാക്കുന്ന ത്രസ്റ്റ് കൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത് കൂടെ അറിഞ്ഞിരിക്കുക. നമ്മളിവിടെ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അനാലിറ്റിക്കൽ എക്സ്പ്രഷൻ, അതായത് നമ്മൾ ത്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള, അതായത് പ്രൊപ്പല്ലർ ത്രസ്റ്റും അതുപോലെ ജെറ്റ് ത്രസ്റ്റും കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് നമ്മളിവിടെ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത്. സോ അത് വളരെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. നമുക്ക് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസും ഒരുപാട് കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഈ കാര്യം അറിയാം. ഓക്കെ, ഈ പ്രൊപ്പല്ലർ ത്രസ്റ്റും ജെറ്റ് ത്രസ്റ്റും കാണാനുള്ള റിലേഷൻസ്. ഓൾറൈറ്റ്, അടുത്തതായിട്ട് നമുക്ക് പ്രൊപ്പല്ലർ ത്രസ്റ്റിൻ്റെ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് നമുക്കൊരു സിമ്പിൾ കോൺഫിഗറേഷൻ നോക്കാം ഒരു പ്രൊപ്പല്ലറിൻ്റെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, 1 എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനും അതുപോലെ 2 എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റേഷനും ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് എയറിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ് എയർ ഫ്ലോ ഉള്ളതെന്ന് കരുതുക. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലാണ് എയർ ഫ്ലോ ഉള്ളത്. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ത്രസ്റ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഫിഗറിൽ തന്നെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കേസിൽ പ്രൊപ്പല്ലർ ഡിസ്കിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇറ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫ്ലക്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ത്രസ്റ്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫ്ലക്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് 1 and 2. സോ ത്രസ്റ്റ് എഫ് ഈസ് ഗിവൺ ബൈ എന്തായിരുന്നു ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫ്ലക്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് അല്ലേ, മൊമെൻറ്റം ഫ്ലക്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻ, അതായത് m.a ഇൻറ്റു C2 മൈനസ് C1 എഴുതാം അല്ലേ, m.a ഇൻറ്റു C2 മൈനസ് C1. ഇനി ഇതിൽ ഓരോ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ m.a എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ അത് ഇരിക്കുക. പിന്നെ C1 എന്ന് പറഞ്ഞാൽ എന്താണ്, C1 ഈക്വൽ ടു ഫ്ലൈറ്റ് സ്പീഡ്. ഓക്കെ, ഫ്ലൈറ്റ് സ്പീഡാണ് C1 ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ച്. അതിന് നമ്മൾ U എന്നാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ C1 ഈക്വൽ ടു U ഈക്വൽ ടു എന്താണ്, ഫ്ലൈറ്റ് സ്പീഡ്. ഓക്കെ, ഫ്ലൈറ്റ് സ്പീഡ് എന്ന് അറിഞ്ഞിരിക്കുക, ആ കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ C2 എന്ന് പറഞ്ഞാൽ എന്താണ്, C2 ഈക്വൽ ടു CJ. നമ്മൾ എന്താ പറയുക, ജെറ്റ് വെലോസിറ്റി ആണ്. ഓക്കെ, CJ എന്ന് പറഞ്ഞാൽ ജെറ്റ് വെലോസിറ്റി ആണ്, ജെറ്റ് വെലോസിറ്റി. ഓൾറൈറ്റ്, സോ നമ്മൾ ഈ വാല്യൂസ് എല്ലാം തന്നെ ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, എഫ് ഈക്വൽ ടു m.a ഇൻറ്റു എന്താണ് CJ മൈനസ് U എന്ന് കിട്ടും. ഓൾറൈറ്റ്, സോ ഇതാണ് എന്ത് നമ്മുടെ പ്രൊപ്പല്ലർ ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു ബേസിക് എക്സ്പ്രഷനെ നമുക്ക് പല രീതിയിലും മാറ്റി എഴുതാം. ഓക്കെ, സോ അതെങ്ങനെയാണ്, നമുക്ക് ആ മാറ്റി എഴുതാൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ത്രസ്റ്റിനെ എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ അഥവാ ഫ്ലൈറ്റ് ടു ജെറ്റ് വെലോസിറ്റി റേഷ്യോൻ്റെ ടേംസിലേക്ക് ആക്കി എഴുതാം. സോ നമുക്കറിയാം എന്ത് എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ ഓർ ഫ്ലൈറ്റ് ടു ജെറ്റ് റേഷ്യോ ഈസ് ഗിവൺ ബൈ എന്താണ്, ഈസ് നമ്മൾ സിഗ്മ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ എന്താണ് U/CJ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, U/CJ ആണ് നമ്മുടെ എന്ത് എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ എന്നുള്ള ക്വാണ്ടിറ്റി. സോ നമുക്ക് എന്താ പറയുക, ആ ഒരു വാല്യൂ ഈ ഒരു എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, therefore thrust F is given by ma into
എം എ ഇൻറ്റു എം ഡോട്ട് എ ഇൻറ്റു സോറി എം ഡോട്ട് എ ഇൻറ്റു നമുക്ക് ഞാൻ ആ ഫൈനൽ എക്സ്പ്രഷൻ ഇതാണ്, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 1/σ മൈനസ് 1 കിട്ടും. ഓക്കെ, എഫ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്ത് സി ജെക്ക് u/σ എന്ന് കൊടുത്ത്, അപ്പം നമുക്ക് ഈ ഒരു കിട്ടും എം എ ഇൻറ്റു യു ഇൻറ്റു 1/σ മൈനസ് 1 കിട്ടും. അഥവാ ഇതിൻ്റെ മറ്റൊരു ഫോമാണ്, ഓർ ഇതിൻ്റെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം. എന്ത്? ദാറ്റ്സ് ഈക്വൽ ടു എം ഡോട്ട് എ ഇൻറ്റു സി ജെ ഇൻറ്റു 1 മൈനസ് സിഗ്മ എന്നും എഴുതാമെന്ന് അറിഞ്ഞിരിക്കുക. ഓൾ റൈറ്റ്. അതുപോലെ നമുക്കൊരു ഇതിനെ തന്നെ നോൺ ഡയമെൻഷണൽ വാല്യൂ ഓഫ് ത്രസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദി നോൺ ഡയമെൻഷണൽ വാല്യൂ ഓഫ് ത്രസ്റ്റ് ഈസ് ഗിവൺ ബൈ, എന്താണ്? നോൺ ഡയമെൻഷണൽ വാല്യൂ ആണ് അല്ലേ? എഫ് ബൈ എം ഡോട്ട് എ ഇൻറ്റു യു ഈക്വൽ ടു 1/σ മൈനസ് 1 എഴുതാം. അഥവാ ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? അതേപോലെ തന്നെ രണ്ടാമത്തെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്താം? എഫ് ബൈ എം ഡോട്ട് എ ഇൻറ്റു സി ജെ ഈസ് ഈക്വൽ ടു 1 മൈനസ് സിഗ്മ എന്നും എഴുതാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നോൺ ഡയമെൻഷണൽ വാല്യൂ ഓഫ് ത്രസ്റ്റിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ത്രസ്റ്റായ ജെറ്റ് ത്രസ്റ്റിനെ കുറിച്ച് നോക്കാം. നമ്മുടെ അടുത്തൊരു ടൈപ്പ് ത്രസ്റ്റ് ആയിരുന്നു ജെറ്റ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ? സോ ഒരു ജെറ്റ് ത്രസ്റ്റിൻ്റെ പ്രൊപ്പൽഷൻ ഡിവൈസിൻ്റെ സ്കീമാറ്റിക് ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതിൽ നമുക്ക് എന്താണ്, ഈ ഒരു പ്രൊപ്പൽഷൻ ഡിവൈസിന് രണ്ട് ഏരിയസ് ഉണ്ട്, A1 അതുപോലെ A2 അല്ലെങ്കിൽ എ എക്സിറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഏരിയസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആണ്. കാര്യം അറിഞ്ഞിരിക്കുക, യു എന്നുള്ളതാണ് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ജെറ്റിൻ്റെ വെലോസിറ്റിയാണ് CE, അല്ലെങ്കിൽ എക്സിറ്റുള്ള ജെറ്റിൻ്റെ വെലോസിറ്റിയാണ് C എന്ന് കരുതുക. ആൻഡ് ത്രസ്റ്റ് ഉണ്ടാകുന്നത് ഈ ഒരു എയറിൻ്റെ വെലോസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതാണ് ഇവിടെ എഫ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഫിഗറിൽ തന്നെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് നെറ്റ് ത്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ജെറ്റ് ത്രസ്റ്റിൽ ആക്ട് ചെയ്യുന്ന ജെറ്റ് ത്രസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന നെറ്റ് ത്രസ്റ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ അതായത് ജെറ്റ് ത്രസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന നെറ്റ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കേസിലുള്ളത് പോലെ അല്ലായിരുന്നു, ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. സോ ഞാൻ ഇവിടെ ആദ്യം തന്നെ ആ ഒരു നെറ്റ് ത്രസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നെറ്റ് ത്രസ്റ്റ് ഈസ് ഗിവൺ ബൈ എന്താണ്? ഇറ്റ്സ് ദി കോമ്പിനേഷൻ ഓഫ് എന്താണ്? മൊമെൻറ്റം ത്രസ്റ്റ്. നമ്മുടെ പ്രൊപ്പല്ലർ ത്രസ്റ്റിൽ ആകേണ്ടിരുന്നത് മൊമെൻറ്റം ത്രസ്റ്റ് മാത്രമായിരുന്നു, പക്ഷേ ഇവിടെ മൊമെൻറ്റം ത്രസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാകും? പ്രഷർ ത്രസ്റ്റും കൂടെ ഉണ്ടാവും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പ്രഷർ ത്രസ്റ്റും കൂടെ ഉണ്ടാവും അറിഞ്ഞിരിക്കുക. ഓൾ റൈറ്റ്. സോ ഞാൻ നെറ്റ് ത്രസ്റ്റിനെ എഫ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത്, മൊമെൻറ്റം ത്രസ്റ്റിനെ എഫ് മൊമെൻറ്റം പ്ലസ് പ്രഷർ ത്രസ്റ്റ്, സോ അത് ഞാൻ FPR ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് എന്താണ് എഫ് മൊമെൻറ്റം FPR എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ത്രസ്റ്റ് ക്വാണ്ടിറ്റി ആയ മൊമെൻറ്റം ത്രസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം. എഫ് മൊമെൻറ്റം, ഓക്കെ, എഫ് മൊമെൻറ്റം ഈസ് ഗിവൺ ബൈ എന്തായിരുന്നു? മൊമെൻറ്റം ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ നമ്മളെ പ്രൊപ്പല്ലർ ത്രസ്റ്റ് കണ്ടുപിടിച്ച അതേ എക്സ്പ്രഷൻ തന്നെയായിരുന്നു മൊമെൻറ്റം ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇവിടെയും യൂസ് ചെയ്യാം. സോ അതെന്തായിരുന്നു? എം ഡോട്ട് എ ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി? CE മൈനസ് യു ആയിരിക്കും ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ഫസ്റ്റത്തെ ത്രസ്റ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് നമ്മൾ ഇനി സെക്കൻഡ് ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ത്രസ്റ്റ് ഡ്യൂ ടു പ്രഷർ ഫോഴ്സ്, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ പ്രഷർ PE മൈനസ് PA ഇൻറ്റു AE എക്സിറ്റ് ഏരിയ. ഓൾ റൈറ്റ്. സോ ഇതാണ് മൊമെൻറ്റം ത്രസ്റ്റും അതുപോലെ പ്രഷർ ത്രസ്റ്റ് എന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്കറിയാം നെറ്റ് ത്രസ്റ്റ് എന്ന് പറഞ്ഞതാണ് കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ആണ് അല്ലേ? സോ നെറ്റ് ത്രസ്റ്റ് എഫ് ഈസ് ഗിവൺ ബൈ എന്താണ്? കോമ്പിനേഷൻ ഓഫ് ബോത്ത്, അതായത് എം ഡോട്ട് എ ഇൻറ്റു CE മൈനസ് യു പ്ലസ് PE മൈനസ് PA ഇൻറ്റു എക്സിറ്റ് ഏരിയ. സോ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക, ത്രസ്റ്റ് ഇൻ ജെറ്റ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ചില കേസിൽ when the pressure at the jet exit plane is same as the ambient pressure ആണ്, അതായത് ജെറ്റിൻ്റെ എക്സിറ്റ് ഉള്ളതും സറൗണ്ടിങ് ഉള്ള ആംബിയൻ പ്രഷറും സെയിം ആണെന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? CE ഈക്വൽ ടു CG എന്ന് എഴുതാം അല്ലേ? എക്സിറ്റ് പ്രഷറും
ജെറ്റിൻ്റെ പ്രഷറും സെയിം ആണെന്നുള്ള കണ്ടീഷൻ, പ്രഷർ സെയിം ആണെങ്കിൽ നമുക്ക് ആ വെലോസിറ്റി സെയിം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സി എക്സിറ്റും സി ജെയും സെയിം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്താം, നെറ്റ് റെസ്റ്റ്, അതായത് ഈ ഒരു കേസിൽ നെറ്റ് റെസ്റ്റിന് നമുക്ക് എന്ത് ചെയ്താം, എം ഐ ഇൻറ്റു സി ജെ മൈനസ് യു. സോ ഒരു പ്രൊപ്പല്ലറിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ ജെറ്റിൻ്റെ കേസിലാണെങ്കിലും ഈ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏത് കണ്ടീഷൻ, എക്സിറ്റിലെ ജെറ്റ് എക്സിറ്റിലെ പ്രഷറും അതുപോലെ ആംബിയൻ പ്രഷറും സെയിം ആവുന്ന കണ്ടീഷനിലാണെങ്കിൽ എഫ് ഈക്വൽ ടു എം ഡോട്ട് ഐ ഇൻറ്റു സി ജെ മൈനസ് യു എന്ന് വരുന്ന അറിഞ്ഞിരിക്കുക. ഓൾ റൈറ്റ്. സോ നമുക്കറിയാം, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പ്രൊപ്പല്ലറിലുള്ള ത്രസ്റ്റും അതുപോലെ ജെറ്റുള്ള ത്രസ്റ്റും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓൾ റൈറ്റ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക, എന്നിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ തീർച്ചയായും ചോദിക്കുക. സോ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.